ആ അമ്മ എന്താ ഇവിടെ പരിപാടി? അമ്മു നമ്മളെ ഇന്നത്തെ പരിപാടി ആദ്യമായിട്ടാണ് നമുക്കൊരു ചക്ക ഉണ്ടാവണത്. കുഞ്ഞു പ്ലാവുമ്മേ നമ്മളിപ്പോ ഒരു 6 മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ. 6 മാസമായിട്ടേ ഉള്ളൂ. അതെ. എന്ന് ഞാൻ നനച്ചു കൊടുക്കും. ഇത് നമ്പറിനായി പോയി. ഇത് നമ്മളൊരു നഴ്സറിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നോക്കട്ടെ ചക്ക എന്തായിന്ന്. ചക്കതാ. അപ്പൊ ഇതൊന്ന് ഉപ്പേരി വെക്കാൻ എടുക്കണോന്നൊരു സംശയം. ഇത് ചെറിയൊരു തുമ്പി കുത്തിയ പോലെ ഉണ്ട് തോന്നുന്നു. അതെ അല്ലേ? അപ്പൊ അച്ഛൻ പറഞ്ഞു ഇതൊക്കെ അച്ഛൻ വെച്ചാട്ടോ നില മുട്ടണ ചക്കയായിരുന്നു. ഇത് ഈ മണ്ണില് മുട്ടിയുണ്ടായിരുന്നു. അപ്പൊ വലുതാവാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, ഇങ്ങനത്തെ തെങ്ങിന്റെ പട്ടയുടെ പത്തി ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇതൊക്കെ അച്ഛന്റെ ഒരു ഐഡിയ ആണത്. രസമായിണ്ടല്ലേ? അതുകൊണ്ട് നന്നായിണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ നല്ല ഇതുണ്ടല്ലോ കാണാൻ. ഇനിയിപ്പോ എത്ര വേണമെങ്കിലും ചക്കയ്ക്ക് വളരാലോ. പക്ഷെ എന്തോ ഒരു ചെറിയൊരു കറുപ്പ് വരുന്നുണ്ട്. ഞാനാണ് ആ ഐഡിയ പറഞ്ഞു കൊടുത്ത കേട്ടോ. അമ്മ പറഞ്ഞേ ഞാൻ അച്ഛൻ ചെയ്താ വിചാരിച്ചു. അല്ല അച്ഛൻ തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കാം. സാമ്പാറിന് ഇടിച്ചക്ക ഉപ്പേരി നല്ല സാമ്പാറാണ്. അത് കർമൂസങ്കായ സാമ്പാർ, ഉള്ളിയും ഒക്കെ കൂടെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉള്ള നല്ല സാമ്പാറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചക്കന്ന് നമുക്ക് മുത്തശ്ശിക്കും വടക്കും ഉള്ളവർക്കൊക്കെ ഉപ്പേരി വെക്കാൻ എടുക്കാം. കുറെ ആയി ഞാൻ അത് കാണുമ്പോൾ ഉപ്പേരി വെക്കണം എന്ന് വിചാരിക്കും. ഈ ചക്ക ഞാൻ പഴുക്കാൻ വെച്ചതാട്ടോ, പക്ഷെ അത് ശരിയാവും തോന്നുന്നില്ല. ഇനി എന്തായാലും ഈ ഒന്നും കൂടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പഴുത്ത ചക്ക എടുക്കാം. അപ്പൊ അത് മുറിക്കട്ടെ. ഓക്കെ. ഇവിടെ ഒരു കുഞ്ഞു ചക്ക ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ടു അമ്മ? പക്ഷെ അത് ചെറിയൊരു വളവുണ്ട് ചക്കയ്ക്ക്. ഉണ്ടാവും. വളഞ്ഞ ചക്കയാണ്. അതെ. എന്നാ മുറിച്ചോളൂ അമ്മേ. ആദ്യമായിട്ട് ഉണ്ടാവുന്ന ചക്കയാണ്. അയ്യോ വെട്ടിയല്ലോ ചക്ക. നമുക്ക് 2 സ്ഥലത്തേക്കും ചക്ക ഉപ്പേരി വെച്ചാൽ കൂട്ടാനുള്ളതായില്ലോ. ഏതാണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ഒരു ഇത് വരുന്നുണ്ട്. ഈ ചക്കയുടെ ഇവിടെ കണ്ടില്ല ചെറിയൊരു കളർ വ്യത്യാസം അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിത് എടുക്കുക. ഇനിയിപ്പോ വലുതാകുമ്പോ നമുക്ക് ഇടിച്ചക്കപ്പേരി കൂട്ടാൻ പറ്റില്ല, സാമ്പാറും കൂട്ടാൻ പറ്റാഞ്ഞാ ബുദ്ധിമുട്ടായി, പഴുത്താക്കി തിന്നാൻ പറ്റാഞ്ഞാ. അപ്പൊ ഏതായാലും ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഒന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് നമ്മളിന്ന് ഇടിച്ചക്കപ്പേരി ആട്ടോ ഉണ്ടാക്കണത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഭവം കാണിക്കുന്നതിലേക്ക് ഉപ്പേരിയും കാണിക്കാം. അതെ, വെറൈറ്റി കമ്മലൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. തുമ്പിയുടെ കമ്മല് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ആണ്. ഇത് കളർ പോവുകയില്ല. 99 രൂപയുള്ളൂ. ഞാൻ ലിങ്ക് മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.